ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് സ്വാഗതം. അതുപോലെ ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസവും നമ്മൾ ലേണിംഗ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 5 ചൊവ്വാഴ്ചകൾ നമ്മൾ ലേണിംഗ് ഡിസോർഡർ, കുട്ടികൾക്കുണ്ടാകുന്ന ലേണിംഗ് ഡിസോർഡർ, അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലേണിംഗ് ഡിസേബിലിറ്റി, സ്പെഷ്യൽ ഇഫക്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട അൻസാരി സാറാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു അധ്യാപകനാണ്. തന്നെയുമല്ല, സ്പെഷ്യൽ സ്കൂൾ ജഗതിയിൽ, തിരുവനന്തപുരത്തുള്ള സ്പെഷ്യൽ സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. ലേണിംഗ് ഡിസേബിലിറ്റിയുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. പ്രത്യേകിച്ച് MG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള പല കേന്ദ്രങ്ങളിലും ലേണിംഗ് ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു. കേരളത്തിലുടനീളമുള്ള ബഡ് സ്കൂളുകളിൽ ലേണിംഗ് ഡിസേബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്നു. വളരെയധികം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. തന്നെയുമല്ല, പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ലേണിംഗ് ഡിസേബിലിറ്റി ഒക്കെ കുട്ടിക്കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കളോടും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരോടും ഒക്കെ എന്തൊക്കെ ശ്രദ്ധാപൂർവമുള്ള പരിരക്ഷ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിലും സാർ വളരെ നിപുണനാണ്. വളരെ സ്നേഹത്തോടെ അതിലൂടെ അൻസാരി സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം സാർ. യെസ്, താങ്ക് യു സാബു സാർ. നമ്മള് ലേണിംഗ് ഡിസബിലിറ്റിയുടെ 6ാമത്തെ എപ്പിസോഡാണ് അല്ലേ സാറേ? അതെ അതെ. അപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് പോവാണ്. അതില് അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ തുടർന്ന് വന്നിട്ട് അതിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസിലേക്ക് പോകാനാണ് നമ്മളിപ്പോ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു, നേരത്തെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പറയാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു, അതായത് വീട്ടിലുള്ള ചുറ്റുപാടുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് വന്നു, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാരിയേഴ്സ് ഇൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, സ്കൂളിലെ പഠനാവസ്ഥയും പ്രശ്നങ്ങളും. ഇങ്ങനെ പറഞ്ഞു അല്ലേ? ഇത്രയും 3 അല്ലേ സാറ് പറഞ്ഞു? 3 or 4? ഇനി കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന യഥാർത്ഥത്തിലുള്ള വിഷയം എന്ന് പറയുന്നത്, അതായത് പിന്നെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങളിൽ പലതുണ്ടെങ്കിൽ ഞാൻ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്, അതായത് അക്കാഡമിക് ബാക്ക്വേർഡ്നെസ്സിൽ ലേണിംഗ് ഡിസബിലിറ്റിയും ഒക്കെ ഉണ്ടാവാൻ കാരണം മൈൽ സ്റ്റോൺസ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അതായത് ഒരു പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടോ, വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ പ്രായത്തിൽ, അതായത് ഇതിന്റെ പ്രായത്തിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയാൽ അതിന് പല റെമഡിയേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പിന്നെ വിറ്റാമിന്റെ കുറവുണ്ടല്ലേ, ആഹാരത്തിന്റെ കുറവുണ്ടെങ്കിൽ ശരിയായുള്ള ആഹാരം കൊടുക്കും, അല്ലെങ്കിൽ പനി വന്നാൽ പനിക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ കുട്ടിയുടെ വളർച്ച ശരിയാവുന്നുണ്ടോ, അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരണമായിട്ട് ഉള്ള വളർച്ച ഉണ്ടോ എന്നൊക്കെ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഒരാള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം 8 മുതൽ 10 കിലോ വരെ വെയിറ്റ് കൂടും. അങ്ങനെ വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് വളർച്ച നേരെ ഉണ്ടാവാതിരിക്കാം. അതുപോലെ പ്രസവിച്ചു കഴിഞ്ഞാല് കുട്ടിക്ക് മിനിമം 2.5 കിലോ, 2.5 കൂടുതൽ 2.800 വേണം. ഇപ്പൊ 2.5 കിലോ എങ്കിലും ഇല്ലെങ്കിൽ ആ കുട്ടി ഇപ്പൊ ഇവിടെ SAT ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ആ കുട്ടിയെ അവിടുത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ പോകാൻ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തും.
കംപ്ലീറ്റ് ടെസ്റ്റ് നടത്തി ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ബ്രെയിൻ വളർച്ച കുറവുണ്ടോ, ശാരീരികമായിട്ടുള്ളത് കുറവുണ്ടോ എന്നും. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നതാണ് മൈൽ സ്റ്റോൺസ്. നമുക്കറിയാം മൈൽ സ്റ്റോൺസ് എന്തുവാ? റോഡ് സൈഡിൽ പണ്ടൊക്കെ മയിൽ കുറ്റികളുണ്ടായിരുന്നു പണ്ട്. പിന്നെ അപ്പൊ ഈ മയിൽ കുറ്റികൾ എന്തോ അതിന്റെ സൂചിപ്പിക്കുന്ന 1, 2, 3 ഡിസ്റ്റൻസ് കാണിക്കുകയാണ്. അതുപോലെ നമ്മുടെ വളർച്ചയുടെ സ്റ്റേജുകളെ കാണിക്കുന്നതാണ് മൈൽ സ്റ്റോൺസ്. അപ്പൊ ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകാര്, നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജില്, ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്ത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ, അതായത് കുട്ടികളുടെ ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ്. അവിടെ ഒരു 1 വയസ്സുള്ളപ്പം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ എത്ര വെയിറ്റ് കാണണം, എന്തൊക്കെ കാണണം, 1 മാസം ആവുമ്പോ എത്ര വേണം, 2 മാസം ആവുമ്പോ എങ്ങനെ വേണം, 3 മാസം എങ്ങനെയാണ്, അങ്ങനെ അവര് കണ്ടിന്യൂസ് ആയിട്ട് എസ്പെഷ്യലി കേരളത്തിലെ സ്റ്റുഡൻസിനെ ചൈൽഡിന്റെ വളർച്ചയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു റിസർച്ച് ഒരു 10 വർഷത്തോളം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി ഇത്ര പ്രായം ഉണ്ടെങ്കിൽ ഇത്രയാവണം. അപ്പൊ അവര് 2-3 എണ്ണം ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലായിരുന്നു എൻ്റെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ വൈവ നടന്നിരുന്നത്. ഇന്റേൺഷിപ്പ് നടന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അവസരം കിട്ടി. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് എനിക്കും ഒരു ഭക്തദാസ് എന്ന് പറഞ്ഞ, അതായത് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിച്ചിട്ട് ആ സാറിന്റെ MG യൂണിവേഴ്സിറ്റിയിലത്തെ ഡീനങ്ങാണ്ടായിരുന്നു ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇരുന്നത്. അപ്പൊ അത് കാരണം എനിക്ക് ആ അനുവാദം തരികയും അവിടുത്തെ എല്ലാ സെക്ഷനുകളിലും, ഉദാഹരണമായിട്ട് ADHD സെയിം, ഓട്ടിസം സെന്റർ, മെന്റൽ റിട്ടാർഡേഷൻ, പിന്നെ സ്പീച്ച് ആൻഡ് ദിസ് വൺ, അങ്ങനെ ഓരോ ഇടത്തും പോയി ദിവസം ഇരിക്കാം. ഞാനപ്പം അടുത്തും കൂടെ ആയതുകൊണ്ട് കൂടുതൽ താല്പര്യം, അവർ പറയുന്നതിലും കൂടുതൽ സമയമൊക്കെ പോയി പിന്നെയും ഒക്കെ ഇരുന്നു കോഴ്സ് കഴിഞ്ഞിട്ടും പല ദിവസങ്ങളിലും പോയി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ അത് പ്രത്യേക ഒരു കൺസിഡറേഷൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ച് വളർന്നിട്ടുണ്ടോ, വെയിറ്റ് ഉണ്ടോ, ഇന്ന കാര്യം ചെയ്യണമെന്ന്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൈൽ സ്റ്റോൺ ഉണ്ടാക്കുക. അപ്പൊ എന്തൊക്കെയാണ് എന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളർച്ചയിലത്തെ നാഴികക്കല്ലുകൾ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആ നാഴികക്കല്ലുകൾ എന്തുവാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ 1 ദിവസത്തിനുള്ളിൽ തന്നെ ആ കുട്ടികൾ മുല കുടിക്കുവാൻ പഠിക്കണം. അതായത് ഒരു കുട്ടി പ്രസവിച്ച് ഏതാനും സമയം കഴിഞ്ഞ്, ഒന്നാമത് പ്രസവിക്കുന്ന സമയത്ത് സൗണ്ട് കരയും എന്നൊക്കെ പറഞ്ഞാൽ കരയും. അത് കഴിഞ്ഞിട്ട് കരയാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണല്ലോ. ചിലപ്പം കരയാതിരുന്നാൽ കരയിപ്പിക്കാൻ ശ്രമിക്കും, കരയാതിരുന്നാൽ ചിലപ്പോൾ അതോടുകൂടി മരിച്ചു പോയെന്ന് പോയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ അതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്, അത് ആദ്യം അതിന്റെ ലേണിംഗ് പ്രോസസ്, അത് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വായിൽ കൂടിയാണ്, ഗസ്റ്റേറ്ററി. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതാണ് കുട്ടി. അപ്പൊ മുല കുടിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുന്ന ആരും പഠിപ്പിക്കാതെ തന്നെ പ്രകൃതിദത്തമായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള കഴിവാണ്. അപ്പൊ അതിനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ എല്ലാ കുട്ടികളും പഠിക്കും. അപ്പം ഇങ്ങനെ 3 വയസ്സ് ഞാന് അവിടെ പഠിച്ചിരുന്നപ്പം ഞങ്ങൾക്ക് അതിന്റെ ഇത് തന്നിരുന്നു, ആ സ്കെയിൽ അനുസരിച്ച് ഞങ്ങൾ മോണ്ടസോറിക്കും മറ്റേതിനൊക്കെ ട്രെയിനിങ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, നഴ്സറിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പം 3 വയസ്സുള്ള കുട്ടിയാണ് നഴ്സറിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഈ 3 വയസ്സായ കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ്. ഞാൻ ഇരുന്ന സ്കൂളിൽ 1-2 സ്കൂളിൽ ഇരുന്നപ്പം അവിടെ ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ അല്ല, ഒബ്സർവേഷനാണ്. ഒബ്സർവ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഈ കഴിവുകളുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ കഴിവില്ലെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും അതിന്റെ ഇതില്. അതായത് ഈ കുട്ടിക്ക് അപ്പം ഇന്ന കാര്യത്തിൽ ഇത്തിരി വീക്ക്നെസ് ഉണ്ട്, അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് അവരെ കെയർ ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ മൈൽ സ്റ്റോൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ എന്തൊക്കെയാണ് മൈൽ സ്റ്റോൺസ്? യെസ്, കുട്ടികളെ എല്ലാരും വളർത്തിയിട്ടുള്ളതാ, ചിലപ്പോ അമ്മയായിരിക്കുമെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുട്ടി കരയുക, ചിരിക്കുക,
ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവ്. ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺസ്. ഇതൊക്കെ കഴിവുകളാണ്. അത് ഓരോന്നായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ വെച്ച് തീരുമാനിക്കുമ്പോൾ പ്രശ്നമുണ്ടെന്ന്. എപ്പോഴാ നോക്കുന്നുണ്ടോന്ന്, നോക്കുന്നുണ്ടോ, സൗണ്ട് കേൾക്കുമ്പോൾ, ശബ്ദം അടിക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. ഓക്കെ. പിന്നെ കൈകാലിട്ട് അടിക്കുക, അടിക്കുക, മൂവ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കി. കറക്റ്റ്. 4 മാസം ആവുമ്പോ എന്താ സംഭവിക്കും? 4 മാസം ആവുമ്പോ സാറിന് എത്ര മക്കളുണ്ട്? പറഞ്ഞേ ഉള്ളൂ. എത്ര മക്കളുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? 4 മാസം ആവുമ്പോ നാഴിയും പിടിച്ചിരിക്കും. അത് ആരുടെ കുട്ടി അങ്ങനെ ഇരുന്നോ? അത് ഇരിക്കും 4 മാസം ആവുമ്പോ ഇരിക്കും കുട്ടികൾ. അത് ശരി. കമന്ന് വീഴുന്നത് എത്ര മാസം ആവും? 3 മാസത്തിന് മുമ്പേ കമന്ന് വീഴും. ഓക്കെ. പിന്നെ കുട്ടി ചിരിക്കുന്ന എപ്പോഴാ? ചിരിക്കുന്ന 1 മാസത്തിലൊക്കെ ചിരിക്കും. 1 മാസത്തിലൊക്കെ ചിരിക്കും. പക്ഷെ അത് നമ്മളെ നോക്കിയല്ല, പിന്നെ അല്ലാതെ ചിരിക്കും. ഇല്ലയോ? നമ്മുടെ മുഖത്ത് നോക്കിയും ചിരിക്കാറില്ലയോ? കുഞ്ഞിനെ അമ്മയെ തിരിച്ചറിയുന്ന എത്ര? അത് പെട്ടെന്ന്, അത് മാസമൊന്നും ആവണ്ടെന്ന് തോന്നുന്നു. അതിനു മുമ്പേ അറിയാൻ പറ്റും. ആയത്തെ മുലമുടി കഴിയും. കുട്ടിയുടെ മുലമുടി കഴിയുമ്പോ അതായത് കുട്ടി പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് അമ്മയെന്ന് പറഞ്ഞിട്ട് ഇന്ന ആളെ എന്റെ അമ്മയെ കാണിരുന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. അപ്പൊ അമ്മയൊക്കെ അടുത്ത് ഇപ്പൊ ഉണ്ടെങ്കിൽ അമ്മയെ നോക്കും. അതല്ല, അതിനു മുമ്പ് തന്നെ ഒരു 10-20 മണിക്കൂർ കഴിയുമ്പോ അമ്മയുടെ സ്മെല്ല് കുട്ടിക്ക് കണ്ടുപിടിക്കാം. അമ്മയുടെ സ്മെല്ല്. അപ്പൊ അത് വളരെ കംഫർട്ടബിൾ ആവും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കുട്ടി മുല കുടിക്കാൻ പഠിക്കുന്നു. അപ്പൊ അത് നടക്കുന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് കൊടുക്കണം. അപ്പൊ ഇപ്പോഴത്തെ അമ്മമാരാണെങ്കിൽ വിചാരിക്കാതെ നല്ലതാണ്, അങ്ങ് കുടിക്കാതിരുന്ന അത്രയും ഷേപ്പ് ഒക്കെ നിൽക്കുമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഏറ്റവും അത്യാവശ്യമുള്ളത്, നമ്മൾ ഈ സാധാരണ പിഴിഞ്ഞ് കളയാറുണ്ട്. പിഴിഞ്ഞ് കളയാനേ ഒരിക്കലും പാടില്ല. കാരണം അതിലാണ് ആ കുട്ടിയുടെ സർവ്വ വളർച്ചയ്ക്കുമായിട്ടുള്ള എല്ലാ കണ്ടന്റും ഉള്ള പിന്നെ പാലാണ് ആദ്യം ഉള്ളത്. ചില ആളുകൾ പറയും അത് കൊടുക്കത്തില്ല, ആദ്യത്തെ പാല് കൊടുക്കാതെയൊക്കെ ആയിരിക്കും. അങ്ങനെ ചെയ്ത അനുഭവം ഉള്ളവരുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? നിങ്ങളെല്ലാം അമ്മമാരാന്ന് പറഞ്ഞു, അച്ഛന്മാരാന്നൊക്കെ പറഞ്ഞേച്ചാ അനങ്ങാതിരിക്കും. ഹലോ, ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചറിയാം. അത് ശരി. അല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഓക്കെ. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. അത് കൊടുക്കണമെന്ന് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്. പണ്ട് കൊടുത്തോ? പണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, അങ്ങനെ ചെയ്യരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം ആദ്യം, അതായത് ഈ കുട്ടികളെ സാധാരണഗതിയിൽ ഒരു സ്മൈലിംഗ് ഉണ്ട്. ആ സ്മൈലിംഗ് എന്ന് പറയുന്നത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്മൈൽ എന്നാ പറയുന്നത്. ഇങ്ങനെ സ്മൈൽ ചെയ്യും. അത് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ കുട്ടി അത് ചെയ്ത് തുടങ്ങണം. അങ്ങനെ സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ പോയി എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കണമെങ്കിൽ 10ാം മാസമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവരുടെ തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ എഴുതി വെച്ചിരിക്കുന്ന, അതായത് ഇവര് നമ്മുടെ കേരളത്തിലെ കുട്ടികളിൽ നടത്തിയ റിസർച്ച് അനുസരിച്ച് ഉള്ളതാണ്. അപ്പം സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഏകദേശം 20 ദിവസം അല്ലെങ്കിൽ 1 മാസം ആവുമ്പോഴത്തേക്ക് സോഷ്യൽ സ്മൈൽ ഇങ്ങനെ ചിരിക്കണം. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ എന്നൊക്കെ ശബ്ദമൊക്കെ കേൾപ്പിച്ചാൽ ഉടനെ നോക്കുകയും ചെയ്യും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ, 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കണ്ണ് നമ്മൾ ഇതിന്റെ അനുസരിച്ചോട്ട് മൂവ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ആ കണ്ണിങ്ങനെ മാറും. അത് മാറാതിരുന്നാൽ സൂക്ഷിക്കണം. കാരണം ആ കാഴ്ചയുമായിട്ട് എന്തോ ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകാം എന്നുള്ളത്. അതുകൊണ്ടാണ്
ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് വെറുതെ കിടത്തിയിരിക്കുകയും ഏതെങ്കിലും ഒരു മൂവിങ് ഓബ്ജക്റ്റോ എന്തെങ്കിലും ഉണ്ട് ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ ആ കുട്ടി അങ്ങോട്ട് മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് കണ്ണിന്റെ ആ എക്സസൈസ് കിട്ടാതെ ചിലപ്പോൾ കോങ്കണ്ണോ അങ്ങോട്ട് ചരിഞ്ഞിരിക്കാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂവിങ് ഓബ്ജക്റ്റ് മാത്രം ഉള്ള ഒരു സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുപോയി കണ്ടിന്യൂസ് ആയിട്ട് കിടത്തരുത് മണിക്കൂറുകളോ. കാരണം അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നുവാണെങ്കിൽ ആ അങ്ങോട്ടുള്ള അവിടുത്തെ മസിൽ മാത്രം കോൺട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പുറത്തെ മസിൽസ് എക്സ്പാൻഡ് ചെയ്തിരിക്കും, അങ്ങനെ തന്നെ ഇരുന്ന് പോകും. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ഗീവ് സം ചേഞ്ചസ്. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനും ഒക്കെ, അല്ലാതെ എവിടെയെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും ഒരിടത്ത് മേളിൽ ഒരു കളിപ്പാട്ടമോ ഏതെങ്കിലും കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് പറയുന്നത് അവര് പറയുന്നത് ഇതിലെന്ന് പറഞ്ഞ കോൾഡ് ഹെഡ്. അതായത് ഈ കുട്ടികള് 4-ാം മാസം ആവുമ്പം ഇരിക്കത്തും നടക്കത്തൊന്നുമില്ല. പറഞ്ഞ അതെന്തോന്നറിയാം, തല ഇങ്ങനെ പൊക്കും, കമന്ന് വീഴാൻ വേണ്ടിയിട്ട് തല ഉറയ്ക്കുമെന്ന് പറയും. തല ഉറച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഗ്രോത്തിന്റെ അടുത്ത മൈൽ സ്റ്റോൺ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? എല്ലാം ഉണ്ട്. ആണോ? തല ഉറയ്ക്കണം. തല ഉറയ്ക്കണം. 4-ാം മാസം ആവുമ്പോ തല ഉറച്ചിരിക്കണം. അതാണ് ഒരു മൈൽ സ്റ്റോൺ. ഏറ്റവും കഴുത്താണോ? കഴുത്ത് തല ഇങ്ങനെ പൊക്കി വെക്കണമെങ്കിൽ കഴുത്ത് ഉറയ്ക്കണം. പക്ഷെ അത് അതിനേക്കാളും മുമ്പേ ഒക്കെ അല്ലേ, 3 മാസത്തിലൊക്കെ അല്ലേ ഡോക്ടർ പറയുന്നത്? അല്ല, അത് ഇവര് തന്നിരിക്കുന്ന, അതായത് നമ്മുടെ ചിലപ്പോ ചില കുട്ടികൾക്ക് ചിലപ്പോ ഇത്തിരി നേരത്തെയൊക്കെ ഉറയ്ക്കും. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് 4 മാസം ആവുമ്പോൾ ഇങ്ങനെ കഴുത്തുറച്ചിട്ട് തല ഇങ്ങനെ പൊക്കി നോക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ അതുവരെ താങ്ങിയാണ് കുട്ടികളെ എടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 3 മാസം ഒക്കെ വരുമ്പോ വരെ നമ്മൾ ഇങ്ങനെ താങ്ങി ആണ് എടുക്കണം. അതേസമയം ഒരു 4 മാസം ആവുമ്പോൾ നമ്മൾ താങ്ങിയില്ലെങ്കിലും തല ഇങ്ങനെ പോവില്ല. അപ്പം കുട്ടിക്ക് തല ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തത്. അടുത്തത്, ഒരു 4-ാം മാസം ആവുമ്പോഴത്തേക്ക് 4 മാസം 5-ാം മാസത്തിനകം കുട്ടി കമന്ന് വീഴുന്നിരിക്കണം. അപ്പൊ കമഴ്ന്ന് വീഴാതെ ഇരുന്നാൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചില കുട്ടികൾ കമന്ന് വീഴാതെ തന്നെ എണീറ്റിരിക്കുന്ന കേസുകളുണ്ട്. എന്റെ മോൻ ഭയങ്കര മിടുക്കനാ, അവൻ കമന്ന് വീണാതെ തന്നെ എണീറ്റെന്നൊക്കെ ചിലരൊക്കെ പറയും. പക്ഷേ ഈ ലോസ്റ്റ് വൺ ഓഫ് ദി മൈൽ സ്റ്റോൺസ്. 3-ാം ക്ലാസ്സിൽ പഠിക്കാതെ 2-ാം ക്ലാസ്സിൽ നിന്ന് 4-ാം ക്ലാസ്സിൽ കയറ്റിവിട്ടതുപോലെ ആയി. കുറച്ച് സ്റ്റേജ് കുറെ കാര്യങ്ങൾ 3-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് പഠിച്ചിട്ടില്ല. അതുപോലെ ഈ കുട്ടിക്ക് ഒരു സ്റ്റേജ് പോയി. അപ്പൊ സ്റ്റേജ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തുവെന്ന് പറഞ്ഞാൽ കമന്ന് കിടന്നിട്ട് ഏതാണ്ട് 1-1.5 മാസത്തോളം ആ കുട്ടി ഇങ്ങനെ കറങ്ങും. കമന്ന് കിടന്നിട്ട് ഇങ്ങോട്ട് കറങ്ങും, അങ്ങോട്ട് കറങ്ങും, അങ്ങനെ 4 വശത്തോട്ടും കറങ്ങും. അതിനുശേഷമാണ് മുട്ടിലടയാൻ തുടങ്ങുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പൊക്കിളിന്റെ അവിടെ നിന്നും ഞരമ്പുകള് തലച്ചോറിലുണ്ട്. ആ തലച്ചോറിന് സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് നമ്മുടെ ആ എഴുത്തിന്റെയും വായനയുടെയും ആ ഏറിയക്കുള്ള എക്സർസൈസ് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മൾ 1 വയസ്സൊക്കെ ഉള്ള കുട്ടിയെ പോലും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, 4-ാം മാസത്തിൽ കമന്ന് വീണോ? കമന്ന് വീണിട്ടുണ്ടെങ്കിൽ അവർ കമത്തി കിടത്തിയിട്ട് ആ കുട്ടിയെ കുറച്ച് എക്സർസൈസ് ഒക്കെ കൊടുക്കാറുണ്ട് അവിടെ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. അപ്പൊ 4-ാം മാസം ആവുമ്പോൾ അതൊരു അടുത്ത മൈൽ സ്റ്റോൺ ആണ്. 4-ാം മാസം ആവുമ്പോൾ കുട്ടി കമഴ്ന്ന് വീണിരിക്കണം. അതായത് വയറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇഴയും. അത് എസെൻഷ്യൽ ആയിട്ടും ആ കുട്ടിക്ക് ട്രെയിനിങ് കിട്ടേണ്ടതാണ്. ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അതായത് റോൾസ് ഫ്രം ബാക്ക്, അതായത് നീന്തുക മുന്നോട്ടും പുറകോട്ടും ഒക്കെ നീന്തുക. ചുമ്മാ ഇങ്ങനെ കമന്ന് വീണാലോ അല്ലെങ്കിൽ നമ്മൾ കയറി കമത്തി ഇടുന്നതല്ല, ഇടാതെ തന്നെ. അടുത്തത്
ഒരു 6-ാം മാസത്തിനകം ടേൺസ് ബാക്ക് ടു, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കും. ടേൺസ് ഹെഡ് ടു ദി സൗണ്ട് ഓഫ്, അതായത് അടുത്തത് നമ്മൾ 6-ാം മാസത്തിനകം, 4-ാം മാസത്തിനും 5-ാം മാസത്തിനും 5-ാം മാസത്തിനും 6-ാം മാസത്തിനും ഇടയ്ക്ക് കുട്ടി ടേൺസ് ഹെഡ് ടു ദി സൗണ്ട് ഓഫ് ദി ബെൽ, ഓർ നമ്മൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെല്ലിന്റെ ശബ്ദം കേട്ടാൽ കുട്ടി അങ്ങോട്ട് നോക്കണം. മനസ്സിലായോ? ആ കുട്ടി ശബ്ദം കേട്ട സൈഡിലേക്ക് നോക്കണം. ശബ്ദം കേൾക്കുന്ന സൈഡിലേക്ക് നോക്കാതെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചാൽ ആ സൈഡിൽ നോക്കും, ഈ സൈഡിൽ നോക്കാതെ വേറെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ചെക്ക് ഇറ്റ്. അനങ്ങാതിരിക്കുമ്പം ചിലപ്പോ പറയും, അവന്റെ അപ്പനും അങ്ങനെ ആയിരുന്നു. ചിലപ്പോ അമ്മമാരവിടെ ഇരുന്നോണ്ട് പറയും, അവൻ ചുമ്മാ മടിയനാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അവൻ നോക്കാത്തതെന്ന് പറയും. നോക്കാത്തത് അങ്ങനെയല്ല, അവൻ നോക്കാത്തത് അവന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? യെസ്, അതാണ് അടുത്തത്. അപ്പം ടേൺസ് ബാക്ക് ടു ദി സൗണ്ട് ഓഫ് ദി ബെൽ, ഓർ അടുത്തത് ട്രാൻസ്ഫേഴ്സ് ഓബ്ജക്ട്സ് ഹാൻഡ് ടു ഹാൻഡ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് ഓബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? ട്രാൻസ്ഫേഴ്സ് ഓബ്ജക്ട് ഹാൻഡ് ടു ഹാൻഡ്. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ട്രാൻസ്ഫർ, അതായത് അടുത്തത് അതായത് 7-ാം മാസത്തിനകം 7 മാസത്തിനകം എന്തെന്നറിയോ? ട്രാൻസ്ഫർ ഓബ്ജക്ട്സ് ഹാൻഡ് ടു ഹാൻഡ്. ഒരു കയ്യിൽ നിന്നും വേറൊരു കയ്യിലേക്ക് ഒരു സാധനം കൊടുത്താൽ മാറ്റണം. നമ്മൾ ഒരു കാര്യം കൊടുത്താൽ, ഏതെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി ഈ കൈയിലോട്ട് പിടിക്കുകയൊക്കെ ചെയ്യണം. അതിനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ആളുകളെ? ഇനി ഇവിടെ ഇരിക്കുന്നത് ഇനിയിപ്പം മക്കളുണ്ടാവാൻ സാധ്യതയുള്ള യോഹന്നാൻ സാറിനും ഉള്ളൂ. അപ്പൊ സാറ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ സാർ. പിന്നെ ട്രാൻസ്ഫർ ഞാൻ കേൾക്കുന്നുണ്ട് സാർ, സാധ്യതയുള്ളത് കൊണ്ട് കേൾക്കുന്നുണ്ട്. ഉള്ളവരാണല്ലോ. സംശയം ചോദിക്കണോ? അല്ല, സംശയം ചോദിക്കണമെന്ന്. അല്ല, അതുപോലെ വേണമെങ്കിൽ വൈഫിനെയും കൂടെ വിളിച്ചു വെച്ച് കേൾപ്പിക്കാം. പിന്നെ കാരണം രണ്ടുപേരും കേൾക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ കോറണിലിരിക്കും, ഒരു മുറിക്കാത്തായി പോയി. ശരി. അടുത്തത് എന്തുവാന്ന് പറഞ്ഞാൽ, അപ്പോഴത്തേക്ക് ഇത് ഏകദേശം അടുത്ത ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു 10-11 മാസം ആവുമ്പോഴത്തേക്കും റേസസ് സെൽഫ് ടു സിറ്റിംഗ് പൊസിഷൻ. അതായത് 10-ാം മാസം ആവുമ്പോൾ കുട്ടി എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പിടിച്ചെണീക്കും. 9-10 മാസം. ഇത് കേരളത്തിലെ ആവറേജ് കുട്ടിയുടെ ഇതാണ് പറയുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ ഇത്തിരി മുമ്പോട്ടും ചില കുട്ടികൾ സ്വല്പം പിറകോട്ടും ആയിരിക്കും. അതാണല്ലോ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നടന്നിരിക്കണം എന്നുള്ളതാണ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി അപ്പൊ 11-ാം മാസം ആവുമ്പോഴത്തേക്ക് കുട്ടി തന്നെ എണീച്ചിരിക്കും. അപ്പൊ മുട്ടുകാലിൽ ഇവൻ പിന്നെ കമന്ന് വീഴും, കുറച്ചുകൂടെ അങ്ങോട്ട് നീന്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നീന്തും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങും. ഇപ്പുറത്തോട്ട് നമ്മൾ വിളിച്ചാൽ ഉടനെ ഇങ്ങോട്ട് കറങ്ങും, അങ്ങോട്ട് കറങ്ങും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇരിക്കും. അപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ട് പതുക്കെ എവിടെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത എവിടെയെങ്കിലും പിടിക്കാൻ കിട്ടിയാൽ ഉടനെ അവൻ പിടിച്ചു നിൽക്കും. അതാണ് സ്റ്റാൻഡിങ് അപ്പ് ബൈ ഫർണിച്ചർ. ഏതെങ്കിലും ഒരു സാധനത്തിലോ വല്ലതും പിടിച്ചിട്ട് നിൽക്കും. അതാണ് അവന്റെ. അത് ഏകദേശം ഒരു 11-ാം മാസം ആവുമ്പോഴത്തേക്ക് അത് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇത് ചെയ്യാതെ ആളുകൾ എന്തെങ്കിലും പറയും, സാരമില്ല, ഇതാന്ന് പറയരുത്.
തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ ഒരു കുട്ടിയെ ഞാൻ അവിടുത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ പോയി. അപ്പൊ പല കുട്ടികളെയും പലയിടത്തും ഇങ്ങനെ ഡോക്ടർമാരൊക്കെ റെഫർ ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ സ്റ്റെപ്പുകളുണ്ട്, സ്റ്റെപ്പിൽ കയറാൻ പറയും, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കൊണ്ടുവച്ചു അതിലവൻ പോയി എടുക്കുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് ആ കുട്ടിയെ മെഷർ ചെയ്യുന്നത്. അല്ലാതെ കട്ടിയും ത്രാസും വെച്ചല്ല. കട്ടിയും ത്രാസും വെച്ചുണ്ട് ആദ്യം വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ പിന്നെ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അല്ല, ബുദ്ധിയുടെ അളവ് നോക്കും. എത്ര സ്പൂൺ ഇങ്ങോട്ടാ, ഗ്ലാസ് എടുത്തോ, അമൗണ്ട് ഗ്ലാസ് ഇഞ്ഞെടുത്ത്, അല്ലെ ആ കളിപ്പാട്ടം എടുത്ത് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡിങ് അപ്പ് ദെൻ അതായത് സ്റ്റാൻഡിങ് അപ്പ് ബൈ ഫർണിച്ചർ. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കേക്കോ വല്ലതും കൊടുത്താൽ അത് വാങ്ങിക്കാനും ഒക്കെ ഉള്ള കഴിവ്. കാരണം എന്തുവാന്ന് പറഞ്ഞാല് നമ്മുടെ ചെറിയ സാധനങ്ങൾ കൊടുത്താൽ പിടിക്കാനുള്ള കഴിവ്. നമ്മൾ ഇന്നാടെ ഒരു പേന കൊടുത്തെന്ന് പറഞ്ഞാൽ ആ പേന പിടിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ഫിംഗർ. അപ്പൊ അത് പിടിക്കാൻ നമുക്കറിയാം. ആദ്യം ഒരു കുട്ടിയുടെ അടുത്ത് ഒരു സാധനം കൊണ്ടുവന്നാൽ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ കുറവാണ്. ഐ ഹാൻഡ് കോർഡിനേഷൻ കുറവായതുകൊണ്ട് നമുക്കറിയാം, ഇങ്ങനെ കാണിച്ചാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആ കൈ കൊണ്ടുവന്ന് മൂവ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. അല്ലാതെ നമ്മൾ കാണിച്ച പോലെ നേരെ കയറി പിടിക്കത്തില്ല. അപ്പൊ ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്മെന്റ് ചെയ്യുന്നതിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം കൊടുത്താൽ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പിടിക്കുന്ന കുട്ടി, അല്ലെ ഇങ്ങനെ മൊത്തമായിട്ടായിരിക്കും. അത് ചെറുതായിട്ട് പിടിക്കാനുള്ള ഫിംഗറിന്റെ ആ ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഫിംഗറിന്റെ ഗ്രോത്ത് ഒന്നും അപ്പോഴില്ലെങ്കിൽ, ആ ഡെവലപ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ എഴുതാനുള്ള പ്രശ്നം ഉണ്ടാകും. റൈറ്റിംഗ് പ്രോബ്ലംസ്, ഇറ്റ് വിൽ ഡെവലപ്പ് ടു റൈറ്റിംഗ് പ്രോബ്ലംസ്. റൈറ്റിംഗ് പ്രോബ്ലംസ് എന്തുവാ? കോർഡിനേഷൻ. റൈറ്റിംഗ് പ്രോബ്ലംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഐ ഹാൻഡ് കോർഡിനേഷനാണ്. കണ്ണ് വിചാരിക്കുന്നിടത്ത് കൈ പോകണം. കണ്ണ് വിചാരിക്കുന്നിടത്ത് കൈ പോയിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാനൊക്കില്ല. നമ്മളൊക്കെ നല്ല കൈയക്ഷരത്തിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പലരുടെയും കൈയക്ഷരം വളരെ മോശമാണ്. കാരണം എന്താ? നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് പ്രാക്ടീസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പകർത്ത് ബുക്കിൽ 2 പേജിന്റെ 2 ലൈനില് മലയാളവും ഹിന്ദിയും 2 ലൈനിലും ഇംഗ്ലീഷ് 4 ലൈൻ ബുക്കിലും ഒക്കെ എഴുതിക്കുമായിരുന്നു. അത് ഇറ്റ് ഈസ് എ ട്രെയിനിങ്. ഇപ്പൊ അതൊന്നും ഇല്ല, അതൊക്കെ പോയി. അപ്പൊ എന്തുവെന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടറും മറ്റും ആയതുകൊണ്ട് എഴുതണ്ട എന്നുള്ളതായിരിക്കും. അപ്പം ഐ ഹാൻഡ് കോർഡിനേഷൻ കുറവ് ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല പടിവൊത്ത അക്ഷരം എഴുതാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഫൈൻ മോട്ടോർ കോംപ്രിഹെൻഷൻ ശരിയാണോ എന്നുള്ളത് നോക്കണം. അത് ഒരു 13 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 12 മാസത്തിനും 13 മാസവും ആവുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കുട്ടി വാക്സ് വിത്ത് ഹെൽപ്പ്, നമ്മളിങ്ങനെ കൈ പിടിച്ചു കൊടുത്താൽ, അല്ലെ ഒരു സപ്പോർട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ, വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. പതുക്കെ പഠിച്ചുകൊണ്ട് നടക്കണം. നടക്കുന്നില്ലെങ്കിൽ കുഴപ്പമുണ്ട്. അവൻ ഇങ്ങനെ പിടിച്ച്, അപ്പൊ പിന്നെ നമ്മൾ കൈ മാറ്റിയാലും അവൻ നടക്കും. 2-3 സ്റ്റെപ്പ് നടന്നിട്ട് അല്ലെ വീഴാൻ പോകും. അപ്പൊ അങ്ങനെ 13 മാസം ആവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദി ചൈൽഡ് ഷുഡ് വാക്ക് വിത്ത് ഹെൽപ്പ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നടന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു 15-16 മാസം ആവുമ്പോഴത്തേക്ക് പന്ത് എറിയാൻ പറഞ്ഞാൽ എറിയണം. ഒരു പന്ത് എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്ത് അങ്ങോട്ട് അവൻ എറിയും. അപ്പൊ എറിയുമ്പം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ അവൻ നമ്മുടെ പുറത്തോട്ട് എറിയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എറിയത്തില്ല. അപ്പൊ അതിന് ഞങ്ങളിപ്പോ മോണ്ടസോറിയിലൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും ഡെവലപ്മെന്റിന്. അതായത് മോട്ടോർ മൂവ്മെന്റ്സിന്, അതുപോലെ പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തിട്ട് വിരലിനുള്ള എക്സസൈസ് കൊടുക്കും. അതിന് നമ്മളെന്തോ അപ്പുറത്തൊരു പന്ത്, കൊച്ചു പിള്ളേർ LKG 2.5 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പലർക്കും കളിക്കാനും പന്തെറിയാനും ഒന്നും അറിയത്തില്ല. അപ്പൊ അപ്പുറത്ത് പിന്നെ കുറെ ഈ 100ന്റെ പല കളറിലുള്ള പിന്നെ ബോൾസ് കിട്ടും. ഇത്രയും കൈക്ക് പിള്ളേർക്ക് പിടിക്കാൻ പറ്റുന്നു. അത് ഉണ്ട് അവിടെ ഉണ്ടിട്ടല്ല. പിന്നെ എന്റെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് അവിടുത്തെ സെന്ററിലുണ്ട്. അത് പിന്നെ മോണ്ടസോറി ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ഒരു ബക്കറ്റ് വെക്കും. എന്നിട്ട് ഇവിടുന്ന് എടുത്ത് എറിയാൻ പറയും. എന്നിട്ട് അവിടെ നിൽക്കുന്ന പിള്ളേരെടുത്ത് ഇങ്ങോട്ട് എറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എറിയുമ്പം 2 കാര്യം, ഐ ഹാൻഡ് കോർഡിനേഷൻ, പിന്നെ മറ്റേ ഫൈൻ മോട്ടോർ മസിൽസിന്റെ ഡെവലപ്മെന്റ് തരുന്നത്. ഇങ്ങനെ പിടിക്കുമ്പം ഈ വിരലുകളൊക്കെ അതിനനുസരിച്ച് പിടിക്കണം. അതൊന്ന്. പിന്നെ
ഗ്രോസ് മോട്ടോർ എറിയുമ്പം ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് വരുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ കളറ് പഠിപ്പിക്കും. റെഡ് ബോൾ എടുത്തെറി, ഗ്രീൻ ബോൾ എടുത്തെറി, അങ്ങനെ കളറ് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കൗണ്ട് ചെയ്യും, 1, 2, 3 എന്നൊക്കെ പല ടെക്നിക്കുകളാണ്. ഇതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റിക്കുള്ള പിന്നെ റെമഡിയേഷൻ അല്ല പ്രിവെൻഷൻ ടെക്നിക്സിൽ പെട്ടതാണ്. അത് ഞാൻ മോണ്ടസോറിയായിട്ട് ബന്ധപ്പെട്ട് മോണ്ടസോറിയിൽ പഠിപ്പിക്കുന്നതായതുകൊണ്ടും ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ടും എനിക്കറിയാം. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ആദ്യകാലങ്ങളിൽ അതുങ്ങൾക്ക് ഇല്ലാത്ത, അതായത് വീട്ടിൽ കിട്ടിയിട്ടില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് നമ്മൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, സൗണ്ട്, കളറ് ഒക്കെ പഠിപ്പിക്കും. അതാണ് അപ്പൊ ഒരു 10-17 മാസത്തിനകം കുട്ടി എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ഹെൽപ്പും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എല്ലാവർക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രമിക്കാം. പിന്നെ വാക്സലോൺ ദെൻ അത് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിയുമ്പോഴാണ് കുട്ടി സംസാരിച്ചു തുടങ്ങുന്നേ? 2.5 വയസ്സ്. 2.5 വയസ്സ്. 2.5 വയസ്സോ? എന്തുവാ സാറേ, 2.5-3 വയസ്സാകുമ്പോഴത്തേക്ക് 3000 വാക്കുകൾ അറിയാം. ലിറ്ററേറ്റ് ആണ് അത്. പിന്നെ അതായത് ആദ്യമൊക്കെ ഒറ്റ അക്ഷരം വാക്കുകളാ പഠിപ്പിക്കും, അല്ലയോ? താ, മാ, താ, കാ എന്നല്ല, കാപ്പിതാക്ക് അല്ലെങ്കിൽ പിന്നെ ഒരക്ഷരം. അത് കഴിഞ്ഞിട്ട് 2 അക്ഷരം. നമ്മള് ഫോണിക്സ് പഠിപ്പിക്കുമ്പം അതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ആദ്യം ഒറ്റ അക്ഷരങ്ങള് നമ്മള്, പിന്നെ ബ്ലെൻഡിങ് പഠിപ്പിക്കും. ഹലോ പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആരാ? ഇല്ല സാർ, പറഞ്ഞോളൂ. ഭാഗത്ത് പറഞ്ഞു. അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തോളൂ. അറിയാവുന്ന പറഞ്ഞുതരാം. സംസാരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാന്ന് പറഞ്ഞ്? അയ്യോ, നേരത്തെ സംസാരിച്ച് തുടങ്ങും സാറ്. പക്ഷേ ഒരക്ഷരം ഒക്കെ പറയും. താ. അത് അത് 1 വയസ്സൊക്കെ ആവുമ്പോ പറയും. പിന്നെ അതേസമയം 2 വാക്കിന്റെ അക്ഷരങ്ങള്, പിന്നെ കാപ്പിത, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോഴത്തേക്ക് ഒരു 1.5 വയസ്സൊക്കെ ആവും. മറ്റേ 1 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ചില കുട്ടികൾ വളരെ നേരത്തെ സംസാരിക്കാറുണ്ട്. പിന്നെ അപ്പം പറയും, ചില കുട്ടികൾ വളരെ നേരത്തെ സംസാരിക്കാറുണ്ട്. പക്ഷെ നോർമലായിട്ട് ചിലർ 1.5 വയസ്സ് കഴിഞ്ഞാൽ സംസാരിക്കുള്ളൂ. 1.5 വയസ്സാകുമ്പോൾ സംസാരിക്കണം സാർ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും പഠിത്തമായിട്ട്. അത് പഠിത്തത്തിനെ ബാധിക്കില്ല, ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒരു ഇതുണ്ട്, അത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ എടുക്കാം. അതായത് എത്ര വാക്ക് ഓരോ പ്രായത്തിലും പറയണം എന്നുള്ളതിന്റെ ചാർട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ സെന്ററിലുള്ളത് 0 to 3 years ഉണ്ട്, 3 to 6 years ഉണ്ട്. അപ്പൊ അവിടെ പിന്നെ ഞാൻ പഠിപ്പിച്ചപ്പോഴപ്പോ അവിടുന്ന് ഇത് തന്നതാണ്. കേരളത്തിലെ കേരളത്തിലെ കുട്ടികൾ എത്ര വാക്ക് സംസാരിക്കണം, എന്തൊക്കെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരും എന്നുള്ളതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് പിന്നെ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ ശരീരത്തിന്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടത്. മനസ്സിലായോ? മറ്റേ സ്പീച്ചുമായിട്ട് ബന്ധപ്പെടുത്തി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം എത്ര വാക്കുകൾ ഓരോ പിന്നെ മാസത്തിനും അനുസരിച്ച് ഇത് ചെയ്യണം. കേട്ടോ സാറേ? അപ്പൊ ഒരു 18-19, കാരണം ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ, നമ്മള് ഇംപ്ലിമെന്റേഷൻ പാർട്ടിലത്തേക്ക് നമ്മൾ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് എത്ര ഇതില് ഒരു കാര്യം സ്പഷ്ടമാണ്. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു പേരൻസ് 2 ജനറേഷൻ കൊണ്ട് ലിറ്ററേറ്റ് ആയെങ്കിൽ ഏതാണ്ട് 5000 വാക്കുകൾ വരെ അറിയാം. കാരണം അവന്റെ വീട്ടിൽ പേപ്പർ കാണും, ന്യൂസ് പേപ്പർ കാണും, അവര് ഡിസ്കസ് ചെയ്യുന്നത് ആയിരിക്കും, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം കുട്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന് 6000 വാക്കും അറിയാമെന്നുള്ള മനസ്സിലാക്കാനുണ്ടെന്നോ, അല്ലാതെ അവൻ സംസാരിക്കുമെന്നല്ല, അവന്
പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാൻ പറ്റും, ചിലപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കും. സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്തായും, പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം. അതേസമയം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേരൻസിന്റെ വീട്ടിൽ പേപ്പർ കാണത്തില്ല, ചിലപ്പോൾ ന്യൂസ് കേൾക്കത്തില്ല. ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള ഒരു സംസാരമുണ്ട്. കൃഷിക്കാരനാണെങ്കിൽ മമ്മട്ടി, കൂന്താലി അല്ലെങ്കിൽ ചക്ക, മാങ്ങ അത്രയൊക്കെ കാണുമ്പോൾ കേൾക്കും. അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ലിറ്ററേറ്റ് പേരന്റ്, ഞാൻ ഡെഫ് സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്നു. അപ്പം പിന്നെ ലിറ്ററേറ്റ് പേരന്റിന്റെ കുട്ടികൾക്കുള്ള വൊക്കാബുലറി തീർച്ചയായിട്ടും ഇല്ലിറ്ററേറ്റ് കാണത്തില്ല. അത് ജനറേഷൻ അനുസരിച്ച് എത്ര ജനറേഷൻ പിന്നെ ലിറ്ററേറ്റ് ആണോ അതനുസരിച്ച് അതിന് വ്യത്യാസവും കാണുമെന്നാണ്. കാരണം അവിടെ അതുപോലെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ്, ഞാൻ അവിടെ എംബസി സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. വാട്ടറിന്റെ ഞാൻ ബയോളജി ആയിരുന്നു പഠിപ്പിച്ചോണ്ട്, വാട്ടറിന്റെ ഒരു കാര്യം എല്ലാം പറഞ്ഞു. പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തൻ പിന്നെ എങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സാറേ സ്പേസിലാണെങ്കിൽ സ്പേസ് പേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിശയം, അതെന്തുവാന്നൊക്കെ. അപ്പൊ 8ാം ക്ലാസ്സിൽ അപ്പൊ അവൻ പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് സ്പേസ് പേസ്റ്റ് എന്തുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വാട്ടറിന്റെ ഗുണങ്ങളും അതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേപ്പറൊക്കെ അതിന്റെ ഫാദർ തന്നു വിട്ടെന്ന് പറഞ്ഞ് തലയിൽ പറ്റി. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചപ്പം അവന്റെ കസിനും അവിടുത്തെ സയന്റിസ്റ്റ് ആണ്, SWCCയിലെത്തും, പിന്നെ അവിടുത്തെ പെട്രോളിയം മിനിസ്ട്രിയിലെ സയന്റിസ്റ്റുകളാണ്. അപ്പൊ അവരവിടെ സംസാരിക്കുന്ന വിഷയം നമ്മുടെ കൂട്ട് ചക്കയും മാങ്ങായും അപ്പുറത്ത് നാത്തൂനെ തള്ളിയിട്ടതും പിടിച്ചു തള്ളിയതൊന്നും അല്ല. അവര് സ്പേസിലെ കാര്യവും കാരണം പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മളുടെ പിന്നെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പേരൻസ്, ഞാൻ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ആദ്യത്തെ ഇമ്മീഡിയറ്റ്ലി ഹോം അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞ ഒരു ഫാക്ടറാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പേരൻസ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി ലിറ്ററസി ഓഫ് ദി പിന്നെ അല്ലെങ്കിൽ ലേണിംഗ് പിന്നെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എന്തുവാന്ന് പറഞ്ഞാൽ ലേണിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ലേണിംഗ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ലേണിംഗ് ഉണ്ടെന്ന് പറയാമോ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എളുപ്പം പറയുക സാർമാരെ, നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാലേ. ആദ്യം ടേസ്റ്റ് കേട്ടിട്ട് പഠിക്കണം. അല്ലല്ല, അത് സെൻസ് ഓർഗൻസിൽ കൂടെ ഉള്ളതാ. അല്ലാതെ നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് ഏതൊക്കെ വിധത്തിലാന്ന് വലിയവരുടെ കാര്യം കേട്ടോളൂ. ഇപ്പൊ സാബു സാറിന് എങ്ങനെയൊക്കെയാണ് നോളജ് കിട്ടുന്നത്? അത് സെൻസ് ഓർഗൻ അല്ലാതെ സെൻസ് ഓർഗനിൽ കൂടെ തന്നെ. അതായത് സാറിന് കിട്ടുന്ന നോളജ് എല്ലാം 3 സൈസിൽ, അതിനെ 3 ക്ലാസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. സാറേ അത് നമ്മുടെ സെൻസ് ഓർഗൻസിൽ കൂടെ ഈ 3 സൈസിലുള്ള നോളജ് ആണ് നമ്മൾക്കുള്ളത് ഓരോരുത്തർക്കും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇതെല്ലാം കിട്ടുന്നത് നമുക്ക് സെൻസ് ഓർഗൻസിൽ കൂടെയാണ്. വായിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓക്കെ, അതാണ്. അത് ഒരെണ്ണത്തിന്റെ ഏകദേശമായി വരുന്നു. ഒബ്സർവ് ചെയ്ത് കറക്റ്റ്. അതും ഏകദേശം വരുന്നത്. അത് ഒരെണ്ണത്തിന്റെ സബ് ഡിവിഷൻസ് ആണ് നിങ്ങൾ പറഞ്ഞോണ്ട്. കാണുക, കേൾക്കുക. അത് സെൻസ് ഓർഗൻസ്. ഇപ്പൊ ഞാൻ പറയട്ടെ, സാബു സാറ് ഒരു പ്രീച്ചർ ആണെന്ന് പറഞ്ഞു. ആ പ്രീച്ചിങ്ങിനുള്ള നോളജ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സാറ് പിന്നെ പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? സാർ അത് കണ്ടതാണോ? എക്സ്പീരിയൻസ്, അവിടെ സ്വർഗമുണ്ട്, ബിലീഫ്, ഹൗ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അതായത് നമുക്ക് ഞാൻ എളുപ്പം പേരൻസിൽ നമ്മുടെ സാഹചര്യം, നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കേട്ടോളൂ. 3 സൈസിലുള്ള നോളജ് വി ഹാവ് ഗോട്ട്. One is empirical knowledge. Empirical knowledge എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് പറ. പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയ.
എംപിരിക്കൽ എന്ന് വെച്ചാൽ എന്തായാലും പറയാ, നിരീക്ഷണ പരീക്ഷണങ്ങളുടെ തെളിയിക്കപ്പെട്ടത് തെളിയിക്കാൻ പറ്റുന്നത്. കറക്റ്റ്. അതായത് സയന്റിഫിക്കലി ഇറ്റ് ക്യാൻ ബി സയന്റിഫിക്കലി പ്രൂവ്. മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് എംപിരിക്കൽ നോളജ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇന്നതാണ്, അത് ഇറ്റ് ക്യാൻ ബി പ്രൂഫ്. ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് എത്ര ദിവസം കിടന്ന് ഇവിടെ എല്ലാം ലോകം മൊത്തവും പ്രസംഗമാണ്, ഉണ്ടെന്നും ഇല്ലെന്നും ഉണ്ടെന്നും ഇല്ലെന്നും. നോബഡി ക്യാൻ പ്രൂവ് ഇറ്റ്. പക്ഷെ മറ്റേതപ്പോ എംപിരിക്കൽ നോളജ് മനസ്സിലായോ? ഇറ്റ് ഈസ് ഫ്രം ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ചരിത്രമോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് വി ഹാവ് ഗോട്ട് എവിഡൻസ്. ഞാനിപ്പോ എന്തെങ്കിലും പറയുമ്പോൾ അതാണ്ട് ഉടനെ ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് സ്ക്രീൻ ടേബിൾ ഇരിപ്പുണ്ട്, അതാണ്ട് നടത്തിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് എംപിരിക്കൽ നോളജ്. അടുത്തത് നോൺ എംപിരിക്കൽ നോളജ് ആണ്. നോൺ എംപിരിക്കൽ നോളജ് എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്ന ആളിനെ വിശ്വസിക്കുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പേഴ്സൺ. അപ്പൊ നിങ്ങള് പറയുന്നു, പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമൃതാനന്ദമയിക്ക് ഭയങ്കര ശക്തി ഉണ്ട്, അല്ലെങ്കിൽ അമൃതാനന്ദമയി പറയുന്നതൊക്കെ നടക്കും എന്നൊരാള് പറയണമെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു? പക്ഷെ ഒരനുഭവം വെച്ചുകൊണ്ട് പറയുന്ന, കള്ളം പറയാത്ത ഒരു പാർട്ടിയാണ് പറയുന്നതെങ്കിൽ ഞാൻ അയാളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കും. അതെല്ലാമാണ് നമ്മുടെ റിലീജിയസ് ബിലീഫ്. ഇപ്പൊ ഞാൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഖുറാനിൽ പല ചില കാര്യങ്ങളൊക്കെ കോൺട്രഡിക്ടറി ആയിട്ടൊക്കെ ഉണ്ട്. ബട്ട് ഐ ഹാവ് ടു ബിലീവ്, ഐ ബിലീവ് ഇറ്റ് ബിക്കോസ് ഐ ബിലീവ് മുഹമ്മദ് നബി. മനസ്സിലായോ? യു അണ്ടർസ്റ്റുഡ്? യെസ്. അപ്പൊ എംപിരിക്കലും നോൺ എംപിരിക്കലും മനസ്സിലായല്ലോ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത എന്താന്നറിയാം? ഇൻഡ്യൂഷൻ. കേട്ടിട്ടുണ്ടോ? അതെന്തോ ഇൻഡ്യൂഷൻ? അത് ഗണിക്കുക, ഗണനം. ഗണനല്ല, ചുമ്മാ ഇരിക്കുമ്പോ തോന്നും. ചുമ്മാ ഇരിക്കുമ്പോ തോന്നും. അതായത് അൻസാരി സാറിന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ ആള് ഇത്തിരി ലൂസാണ് എന്ന് തോന്നിയാൽ അപ്പൊ അത് വെച്ചിട്ട് സാർ എൻ്റെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെയായിരിക്കും. കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ആ വിധത്തിലായിരിക്കും പെരുമാറും. അപ്പൊ സാറ് കിട്ടുന്ന എവിഡൻസ് ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയവന്മാര് വട്ട് കേസുകളാണ്. സയന്റിസ്റ്റ്, അതായത് കണ്ടുപിടുത്തം. ചുമ്മാ ഇരിക്കുന്നത് ആപ്പിൾ എന്താണ് മേലോട്ട് പോകാത്തത്, അവനങ്ങ് തോന്നലാണ്. അപ്പൊ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക് ഈ കഴിവുകളുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇപ്പൊ നമ്മള് ഒരു ഭിത്തി കാണുമ്പോ 5 അടി ഉയരമുണ്ട്, ഇതിന്റെ മണ്ടയ്ക്ക് നമുക്ക് ചാടി കയറാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ നമ്മള് റീസണബിൾ ആയിട്ട് 5 അടി കൂടുതൽ ചാടാൻ ഒക്കത്തില്ല. ഒരുത്തം പറയാ അല്ലടാ ചാടാം, അല്ലടാ ചാടാമെന്ന് പറഞ്ഞിട്ട് അവൻ അതിനു വേണ്ടിയിട്ട് തീവ്രമായിട്ട് പരിശോധിച്ച് ചിലപ്പോ ചാടി കയറിക്കളയും. മനസ്സിലായ? അപ്പൊ അവന് ഉള്ളില് ഉണ്ടായിരുന്ന ഉൾവിളി എന്ന് പറയാം. ഉൾവിളി, നമുക്ക് പല സ്വപ്നങ്ങളും ഉൾവിളിയിൽ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ പോയത്. ഞാനിപ്പം ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇതിന്റെ ഇപ്പം മൈൽ സ്റ്റോണിസിൽ നിന്ന് അങ്ങോട്ട് പോയി, ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അപ്പൊ ഉൾവിളികള് മനസ്സിലായല്ലോ. അപ്പൊ നമുക്കൊരു കുട്ടിയെ കാണുമ്പം, ഇപ്പൊ ഞാൻ പലയിടത്തും ഇപ്പൊ എന്റെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ ഒരു പിന്നെ എന്നെ ഒരു ദിവസം വിളിച്ചു. പിന്നെ ക്രിസ്മസിന്റെ 2-3 ദിവസം മുമ്പേ എന്നെ വിളിച്ചു. എന്നെയും അവിടുത്തെ ഡയറക്ടറിനെയും കൂടെ വിളിച്ചു, ചാപ്പാടൊക്കെ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം ആ കുട്ടിയെ നോർമലായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്നെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒന്നും തോന്നരുത്, ഇവൻ എന്തെങ്കിലും ഇത്തിരി കുഴപ്പമുണ്ടോ? അപ്പം പറഞ്ഞു ഒന്നും ഒരു കുഴപ്പമില്ലാന്ന്. അപ്പം പക്ഷെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ അവിടെ പഠിക്കുക. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, പിന്നെ ഇങ്ങനെ എല്ലാ കുട്ടികളും ഏത് ക്ലാസ്സിലെ മിടുക്കന്മാരാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ എങ്ങും തൊടാതെ ആ ക്ലാസ്സിലൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ ഏതാ മിടുക്കം പയ്യനേതാ, മണ്ടൻ പയ്യനേതാ, പഠിച്ചുകൊണ്ട് വരുന്ന ഏതാ എന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ VP-യുടെ മോന് ഒരു വക പഠിക്കത്തില്ല, പറഞ്ഞോ ഒന്നും മനസ്സിലാവത്തില്ല സാറേ എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്തുവാന്ന് പറഞ്ഞാൽ
നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിയാവുന്നത് കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ അവരെ ഉടനെ തന്നെ പറഞ്ഞു, ടീച്ചറെ ഇത് ഒരു അവസ്ഥയാണ്, അതൊരു രോഗമൊന്നും അല്ല, നമ്മളത് നാണക്കേടായിട്ട് ഒളിച്ചു വെച്ച് രഹസ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ there is no opportunity for improvement. അതുകൊണ്ട് ടീച്ചർ ഒരു കാര്യം ചെയ്യും, അവൻ സംസാരം കുറവുണ്ട്, അവൻ ഇത് ചെയ്യുന്നില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ടുള്ള ഡെഫ് ചിൽഡ്രനൊക്കെ വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് ഇമ്പയർഡ് അവിടെ കൊണ്ട് കാണിക്കെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ അതിന്റെ ഹസ്ബൻഡ് മാനേജരാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്കില് അസിസ്റ്റന്റ് മാനേജരാണ്. അങ്ങനെ ഞാൻ എന്റെ നിർബന്ധം കാരണം അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങോട്ടിരുന്നോണ്ട് അങ്ങനൊന്നും ഇല്ല സാറേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് പിള്ളേരെ അറിവില്ലായ്മ കൊണ്ട് 6 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റാനൊന്നും നോക്കില്ല. അപ്പോഴ് ഞാൻ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അപ്പൊ അതിന്റെയൊക്കെ പറയാൻ നടക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറയുന്നു. പക്ഷെ അവരൊരു ദിവസം കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പം. അപ്പൊ അതെന്തുവാന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോൺസ്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, ഈ കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ചോദിച്ചിരുന്നപ്പോ പറഞ്ഞു ഇത്തിരി നേരത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ സമയത്ത് കമന്ന് വീണില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ അതാണ് മൈൽ സ്റ്റോൺസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം അടുത്തത് ഒരു 2 വയസ്സൊക്കെ ആവുമ്പം ഒരു 10-20 മാസം ആവുമ്പോ കുട്ടി കേൾക്കുന്നുണ്ടോ സാറേ? കുട്ടി പിറകോട്ട് നടക്കണം. മറ്റേത് മുമ്പോട്ടൊക്കെ നടക്കും, പിന്നെ പിറകോട്ട് നടക്കണം. ഒരു 10-20 മാസമെങ്കിലും ആവുമ്പം കുട്ടി ഈ പിറകോട്ടും മുമ്പോട്ടും ഒക്കെ നടക്കണം. എങ്ങനെ വേണമെങ്കിലും നടക്കാൻ പറഞ്ഞാൽ നോക്കണം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 വയസ്സൊക്കെ ആവുമ്പം 2 വയസ്സിനകം തന്നെ കുട്ടി എവിടെ സ്റ്റെപ്പ് കയറണം കുട്ടി. അല്ലാതെ കയറാതെ ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ട്, അവിടെ അവര് സോഫ പിടിച്ചു വെക്കും ആ സ്റ്റെപ്പിന്റെ അവിടെ, അത് കയറാതിരിക്കാൻ. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ സോഫ അങ്ങോട്ട് പോകും. എനിക്കത് കാണുമ്പോ ഞാൻ തിരിച്ചു വരുമ്പോ ആദ്യത്തെ പണി സോഫ മാറ്റിയിട്ട് മക്കളെ കയറെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ നിന്ന് ശ്രദ്ധിച്ചോണം. ഭയങ്കര സന്തോഷമാണ്. അതുങ്ങൾ മേളിൽ കയറി ഓരോ സ്റ്റെപ്പ് കയറിയിട്ടും തിരിഞ്ഞൊക്കെ നോക്കും. ഞാൻ മിടുക്കനല്ലേ അപ്പൊ വീഴാൻ പോകുന്നൊക്കെ നമുക്ക് തോന്നും, വീഴത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 പ്രാവശ്യം കയറിയിട്ട് ഇനിയും കയറെന്ന് പറഞ്ഞാൽ അത് മടിച്ച് ക്ഷീണിച്ചവിടെ, അതിന് കയറുകയും വേണ്ട, ഒന്നും വേണ്ട. അതേസമയം നമ്മളത് ആ സോഫ തിരിച്ചു വെച്ചിട്ട് ആ കുട്ടിയെ കയറാൻ അനുവദിക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടിക്ക് എപ്പോ ചാൻസ് കിട്ടിയോ ഉടനെ കയറാൻ പോവും. അപ്പം വാക്സ് അപ്സ്റ്റേഴ്സ് വിത്ത് ഹെൽപ്പ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് അടുത്തത് പിന്നെ ഒരു 22 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരു ഡോള് കൊടുത്തിട്ട് ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ആകൃതി ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടി ഐഡന്റിഫൈ ചെയ്യും. മനസ്സിലായോ? കുട്ടി കണ്ണേതാ, മൂക്കേതാ, വായേതാ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഈവൻ ഡോളിന്റെ. അപ്പൊ അതാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഒരു 2 വയസ്സൊക്കെ ആവുമ്പോൾ സ്വന്തം ഉടുപ്പൊക്കെ ഊരിക്കളയും. എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വന്നാൽ കയറി ഊരിക്കളയും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കും. റിമൂവ് ദി ഗാർമെന്റ്സ് എക്സെട്ര. അടുത്തത് പിന്നെ ഒരു 25 മാസം അതായത് 2 വയസ്സൊക്കെ കഴിഞ്ഞ് 2 വയസ്സ് കഴിയുമ്പം എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ യൂസ് വേർഡ്സ് ഫോർ പേഴ്സണൽ നീഡ്സ്. എനിക്ക് ചായ അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ പിന്നെ അപ്പം എന്നൊക്കെ പറയും. ആവശ്യമുള്ള സാധനം അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകണമെന്നും ഒക്കെ പറയും. അപ്പൊ ഇതൊക്കെ നടന്നിട്ടില്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു 26-27 മാസം ഒക്കെ ആവുമ്പോഴത്തേക്ക് ജമ്പ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടാനും മേളിലോട്ട് പിന്നെ 2 കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അതിനൊക്കെ അനുവദിക്കണം. അല്ലാതെ ചാടല്ലേ മോനെ വീണ് കളയും എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കരുത്. കാരണം അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് അതാണ് ജംപ്സിന്റെ. അത് കഴിഞ്ഞിട്ട് ഒരു 27, 28, 29 മാസം ആകുമ്പോൾ ചെറുതും വലുതും
സ്മോൾ ആൻഡ് ബിഗ്, ഏതൊക്കെയാണ് ചെറിയ സാധനം, ഏതൊക്കെയാണ് വലിയ സാധനം എന്ന് കറക്റ്റ് കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യുവാനുള്ള കഴിവുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പം ഒരു കൊച്ചു ബോളും ഒരു വലിയ ബോളും കൊടുത്തിട്ട് മോനെ ഇതിൽ വലുതേതാ എന്നതാ, അല്ലെങ്കിൽ അമ്മയാണോ വലുത് നീയാണോ വലുത് എന്ന് ചോദിക്കാം. അച്ഛനാണോ വലുത്, ഓബ്ജക്ട് ചോദിക്കാം. ഇതിലെ വലിയ കസേര ഏതാ, കൊച്ചു കസേര ഏതാ, ഇതിൽ വലിയ പ്ലേറ്റ് ഏത്, കൊച്ചു പ്ലേറ്റ് ഏത്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് അപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കണം. ബിഗ് ആൻഡ് സ്മോൾ. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ ഈ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. സ്മോളും ബിഗും കളറും ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയ ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 27, 28, 29 മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് പിന്നെ സാധാരണഗതിയിലുള്ള പിന്നെ സാധനങ്ങൾ ഒരു 6, 7, 8 സാധനങ്ങളുടെയൊക്കെ പേര് പറഞ്ഞാൽ പേരൊക്കെ ചോദിച്ചാ പറയും. മോനെ TV ഏതാ, താണ്ടത്. മൊബൈൽ ഏതാ, ഇത് കാണിക്കും. മനസ്സിലായോ? പെൻസിൽ ഏതാ, പേന ഏതാ, പ്ലേറ്റ് ഏതാ, പിന്നെ ചക്ക ഏതാ, മാങ്ങ ഏതാ, പട്ടി ഏതാ, പൂച്ച ഏതാ എന്നൊക്കെ ചോദിച്ചാൽ വിൽക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 29, 30 വയസ്സൊക്കെ 30 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പല്ല് തേക്കാനൊക്കെ അറിയാം. അതിന് മുമ്പ് നമ്മൾ ടീച്ചർക്ക് ട്രെയിൻ ചെയ്യണം. ചിലതുങ്ങൾ പേസ്റ്റ് ഒക്കെ വിഴുങ്ങുകയൊക്കെ ചെയ്യും. എന്തായാലും കൊള്ളാം. അപ്പോഴത്തേക്ക് തേക്കണം. അതിപ്പം ഇവിടെ ആരെങ്കിലും തേക്കുന്നില്ലെങ്കിൽ അവർ തേക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ചിലപ്പം 30 വയസ്സും 40 വയസ്സും ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ പറ്റാൻ സാധിക്കും. പിന്നെ സൗകര്യമായിട്ട് തേക്കാൻ ഒത്തിരി പല്ലുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഇടയ്ക്ക് ഒരു വാട്സാപ്പ് വീഡിയോയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോയിരുന്നിട്ട് വളരെ പ്രായമുള്ളവരാ. അപ്പൊ എന്നിട്ട് ഒരു മസാല ദോശയ്ക്ക് മാത്രം ഓർഡർ കൊടുത്തു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അങ്ങനെ ഞാൻ യോഹന്നാ സാറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, പല്ല് കുറവുണ്ടെന്നും. കേട്ടോ സാറേ? പിന്നെ പല്ലുണ്ട് സാർ. ഉണ്ടോ? എനിക്ക് കുറവ്, ആകപ്പാടെ പൂർണ്ണമാണ്. അപ്പൊ മസാല ദോശക്ക് ഓർഡർ കൊടുത്തു. ഇയാള് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇരുന്നു. തിന്നു കഴിഞ്ഞപ്പോ വെയിറ്റർ ചോദിച്ചു, നിങ്ങള് പിന്നെ അവര് മാത്രം കഴിക്കുന്നു, നിങ്ങൾ എന്ത് കഴിക്കാത്തത്, നിങ്ങൾക്ക് കൂടെ ഒരെണ്ണം ഒഴിക്കട്ടെ എന്ന്. അപ്പൊ പറഞ്ഞു, അവള് തിന്ന് തീരട്ട് ആ പല്ലെടുത്തിട്ട് വേണം എനിക്ക് ചവയ്ക്കാൻ. അപ്പൊ അതുകൊണ്ട് അവള് തിന്ന് തീർന്നിട്ട് കൈ കഴുകിയിട്ട് അതെടുത്ത് എനിക്ക് ആ പല്ല് കിട്ടിയാലേ എനിക്ക് കഴിക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഓർഡർ തരാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പാർട്ടികളുണ്ട്. ഓക്കെ. അപ്പം ബ്രഷ് ദി ടീത്ത്. അപ്പൊ അതൊക്കെ തന്നെ ചെയ്യാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് ഒരു 32, 33 മാസമൊക്കെ ആവുമ്പം കുട്ടി ടെൽസ് ജെൻഡർ വെൻ ആസ്ക്ഡ്. അച്ഛനാണാന്നോ പെണ്ണാന്നോ, അമ്മ ആണാന്നോ പെണ്ണാന്നോ, മോനാണാന്നോ പെണ്ണാന്നോ എന്നൊക്കെ ചോദിച്ചാൽ പറയണം. ജെൻഡർ പറയണം. അത് പെണ്ണാന്നോ ആണാന്നോ എന്ന് പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. he should be able to identify the gender difference. അതാണ് ഒരു പിന്നെ ഇതുള്ളത്. കാരണം എന്ന് പറഞ്ഞാല് ജെൻഡർ ഐഡന്റിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കുട്ടിക്ക് തോന്നണം. അപ്പൊ ചെറുതാണോ വലുതാണോ അത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കളറൊക്കെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ വരും ബ്രഷ് വിത്ത് ദി ടീത്ത് ടെൽസ് ദി ജെൻഡർ വെൻ ആസ്ക്ഡ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് 2-3 വയസ്സിനോട് അടുത്തായി. ആൻസേഴ്സ് അറ്റ്ലീസ്റ്റ് ഹാഫ് അണ്ടർസ്റ്റാൻഡബിൾ ടു അതേഴ്സ്. അതായത് ഒരു കുട്ടിക്ക് പറയുന്ന സംസാരം ശരിയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ കുട്ടി പറയുന്നത് വെളിയിലുള്ള ആളുകൾക്ക് മനസ്സിലാവണം, വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മോൻ കാപ്പിക്ക് കിപ്പി എന്നാണ് പറയുന്നത് എന്ന് വെച്ചോളൂ. അപ്പൊ അവന് കാപ്പി വേണമെങ്കിൽ അവൻ കിപ്പി എന്ന് പറയുമ്പം നിങ്ങൾ അവൻ കാപ്പി ചോദിക്കുക അല്ല. അപ്പൊ അത് നിങ്ങൾ കൊണ്ടുകൊടുക്കും, നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അവിടെ വന്നിരുന്ന എനിക്ക് മനസ്സിലായി ഇതെന്തോടെ കിപ്പി എന്ന് പറയുന്നവൻ.
അപ്പൊ അത് പോരാ. അപ്പം നിങ്ങൾക്ക് എത്ര വൊക്കാബുലറി ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് വാട്ട് അതേഴ്സ് ഔട്ട്സൈഡേഴ്സ് നോ. എന്തൊക്കെ നമ്മുടെ കുട്ടി പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാകുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ അറിവ്. മനസ്സിലായല്ലോ? അപ്പൊ ജെൻഡർ, അപ്പൊ അതാണ് അതിലത്തെ കാര്യം. അപ്പൊ ആൻസർ പിന്നെ അത് മാത്രമല്ല, അതിപ്പോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അതിപ്പോ നമ്മൾ തന്നെ ഓരോരുത്തരുടെ ഭാഷയും ഓരോരുത്തരുടെ സ്റ്റൈലും അനുസരിച്ച് ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞാല്, ഞാനൊക്കെ പഠിപ്പിക്കുമ്പോ ഞാൻ വ്യക്തമായിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുവെന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ക്ലാസ് എടുക്കുന്ന ആളാണ്. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ക്ലാസ് ശരിയായുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലായോ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും അടിച്ചു വിട്ടിട്ട് പോയാല് അതിന്റെ ഹാഫോ 25% ഒക്കെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് 100% ഓഫ് വാട്ട് ഐ സേ. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് ഒരു 30, 32, 34 മാസം ഒക്കെ ആവുമ്പോഴത്തേക്ക് എടാ ഈ പേന എടുത്തോണ്ട് പോയി മേളി വൈ, ഇത് ഡ്രോയറിന്റെ അകത്ത് വെക്ക്, മേളില് അടിയില് താഴെ സൈഡില് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് അതിൽ ഓൺ, ഇൻ, ഓഫ് ഇതൊക്കെ. അതായത് ഇത് നീ മേശയ്ക്ക് പുറത്ത് വെക്കെന്ന് പറഞ്ഞാൽ മേശയ്ക്ക് പുറത്ത് വെക്കാൻ പറയണം, മേശയ്ക്കകത്ത് വെക്കെന്ന് പറഞ്ഞാൽ മേശയ്ക്കകത്ത് വെക്കാം, മേശയുടെ അടി കൊണ്ടുവയ്ക്കെന്ന് പറഞ്ഞാൽ അടി കൊണ്ടുവയ്ക്കണം. ദാറ്റ് ഈസ്. അപ്പൊ അതാണ് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മനസ്സിലാക്കേണ്ട. ഒരു 10 അപ്പോഴത്തേക്ക് 2, 2.5, 3 വയസ്സാവുമ്പോഴത്തേക്ക് ഇതിനകം തന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങണം എല്ലാത്തിനെ കുറിച്ച്. അതെന്തുവാ അമ്മച്ചി, ഇതെന്തുവാ അമ്മച്ചി, അതെന്താ അങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ കരയുന്നത്, ഇങ്ങനെ ശബ്ദം കേൾക്കാത്ത എന്താ, പിന്നെ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഇത് ചോദിക്കും. അപ്പൊ റിമോട്ട് എങ്ങനെയാണ്, റിമോട്ട് കാണും, ഇപ്പൊ റിമോട്ടും ഇതൊക്കെ ആണല്ലോ എല്ലാത്തിന്റെ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് അത് ചെയ്യുവാനും ഉള്ളതാണ്. അപ്പൊ ഇത്രയും ഇതാണ് സാധാരണയുള്ള ഗ്രോത്തിൽ ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിലുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ സാറേ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഇത് സ്പീച്ചിന്റെ എടുക്കാം, അടുത്ത ദിവസം നമ്മൾ ബാക്കി എടുക്കാം. നഴ്സറി വാല്യുവേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തതെന്ന് പറയുന്നത് വളർച്ചയുടെ പിന്നെ ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ പിന്നെ ഇതാണ്, നാഴികക്കല്ലുകളാണ്. ഓക്കെ. ഇത് പറയുന്നത് സാറേ കുഴപ്പമില്ല സാർ. ഓക്കെ. ഞാൻ പറയാം. സാറിന് പറഞ്ഞത് ഞാനൊന്ന് സംക്ഷിപ്ത രൂപം പറയാം. പറഞ്ഞോളൂ. അപ്പൊ ഒന്നാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന അമ്മയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആദ്യമായി പാല് കുടിക്കുന്ന സമയത്ത് തന്നെ സ്മെല്ല് കൊണ്ട് അമ്മയെ തിരിച്ചറിയും. ഏകദേശം 20 മണിക്കൂറിനുള്ളിൽ അമ്മയെ കുട്ടി മനസ്സിലാക്കി മനസ്സിലാക്കും. പിന്നെ അടുത്ത 2 ആഴ്ചക്കുള്ളില് സ്മൈലിംഗ്, സോഷ്യൽ സ്മൈൽ, അതിന് പറയുന്നത് സോഷ്യൽ സ്മൈൽ. പിന്നെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന എത്ര മാസമാണ് അത്? ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കുട്ടി തിരിഞ്ഞു നോക്കുന്നത് അത് ഏതാണ്ട് 6 മാസം ആവുമ്പോഴത്തേക്ക്, 5 മാസം ആവുമ്പോഴേക്കും. പിന്നെ കണ്ണ് മാറിപ്പോകും. കളിപ്പാട്ടം കാണുമ്പോൾ കണ്ണ് മാറുന്നതോ? അത് പിന്നെ അത് 4-ാമത്തെ മാസത്തിൽ തന്നെ. പിന്നെ 3 മാസത്തിനുള്ളിൽ കഴുത്തുറയ്ക്കണം അല്ലെങ്കിൽ തല ഉറയ്ക്കണം. കമിഴ്ന്ന് വീഴുന്നത് 4 മാസം ആകുമ്പോൾ കമിഴ്ന്ന് വീഴണം. കമിഴ്ന്ന് കിടന്നുകൊണ്ട് കറങ്ങുകയും മുട്ടിലിഴയുകയും ചെയ്യണം. അപ്പൊ സാറ് ഈ മുട്ടിലല്ല കമിഴ്ന്ന് കിടന്നിട്ട് ഈ പൊക്കിൾക്കൊടിയിലുള്ള ഞരമ്പുകൾ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നൊരു കാര്യം പറഞ്ഞു. അതെന്താ സാർ? അതായത് കമന്ന് കിടക്കുമ്പോ എന്തുവെന്ന് പറഞ്ഞാല് ആ പൊക്കിളല്ലി വയറിലല്ലി അവൻ കമന്ന് കിടക്കുന്നത്. അപ്പൊ അവിടുന്ന് ഉള്ള ഞരമ്പുകള് ഡയറക്റ്റ് കണക്ഷൻ ആണ് നമ്മുടെ തലച്ചോറിന്. അപ്പൊ അതിന് എക്സസൈസ് കൊടുത്ത് അതിനെ ആക്ടിവേറ്റ് ആവുന്നതിന് അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഡെവലപ്മെന്റ് വരാൻ കൂടി എളുപ്പമാണ്. 6-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും കുട്ടികള് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ടേൺ ചെയ്യും.
ഞാൻ 8 മണിക്ക് എനിക്ക് മറ്റേ പ്രോഗ്രാമിൽ കയറണം കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ് ഹാൻഡ് ടു ഹാൻഡ് 7-ാം മാസം ആകുമ്പോഴത്തേക്കും കുട്ടികൾ കളിപ്പാട്ടം മാറി മാറി പിടിക്കണം. 11-ാം മാസം ആകുമ്പോൾ പിടിച്ച് എണീക്കണം. പിടിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ ആ സമയത്ത് ഉണ്ടായിരിക്കണം. 1 വയസ്സ് കഴിയുമ്പോൾ 12 മുതൽ 13 മാസം വരെ സപ്പോർട്ട് കൊടുത്താൽ പിടിച്ച് നടക്കണം. 15 മുതൽ 16 മാസം ആകുമ്പോൾ പന്ത് എറിയണം. മോട്ടോർ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. മോട്ടോർ മൂവ്മെന്റ്, കൈയും കാലും ഒക്കെ ഉദ്ദേശിച്ചതുപോലെ മൂവ് ചെയ്യണം. 16 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ 16 വയസ്സല്ല, 16 മാസം 1.5 വർഷം ഓടി കളിക്കണം. പിന്നെ ഒറ്റ അക്ഷരം 1 വയസ്സ് കൊണ്ടും 2 അക്ഷരം 1.5 വയസ്സ് കൊണ്ടും. അതിന് മുമ്പേ പറയും കേട്ടോ കുട്ടികൾ, അത് സ്പീച്ചിന്റെ വരുമ്പോ പറയാം. അത് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. അതിന് മുമ്പ് തന്നെ പല കുട്ടികളും പറയും. പിന്നെ 3 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം 5000-6000 വരെ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ലിറ്ററേറ്റിന്റെ കാര്യം അത് കേൾക്കുമ്പോ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ സംഗതി അങ്ങനെയാണ് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളിടത്ത് കിട്ടിയിട്ടുള്ളത്. ശരി. ഓക്കെ. പിന്നെ പ്രധാനമായിട്ടും ലേണിംഗിന് 3 തരം: എംപിരിക്കൽ നോളജ്, നോൺ എംപിരിക്കൽ നോളജ്, പിന്നെ ഇൻഡ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 വയസ്സാകുമ്പോൾ കുട്ടികള് മൂക്കും വായും പല്ലും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. സ്വന്തം ഉടുപ്പ് ഊരിക്കളയാൻ ശ്രമിക്കും. പിന്നെ 2.5 വയസ്സൊക്കെ ആകുമ്പോൾ പേഴ്സണൽ നീഡ്സ്, ചായ, കാപ്പി, അപ്പം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പിന്നെ ബാത്റൂം ഒക്കെ പറഞ്ഞു കൊടുക്കും. ബാത്റൂമിനെ കുറിച്ചൊക്കെ പറയും. 26 മാസം ആകുമ്പോൾ ജമ്പിങ്, നടത്തുകയും ചാടുകയൊക്കെ ചെയ്യും. ക്രോസ് മോട്ടോർ മൂവ്മെന്റ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. പിന്നെ 27, 28, 29 മാസങ്ങളിൽ വലുതും ചെറുതിനൊക്കെ തിരിച്ചറിയാൻ പറ്റും. കളർ തിരിച്ചറിയുന്നപ്പോഴാണ് രണ്ടു പിന്നെ ഒരു 2 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അത് അടുത്ത ദിവസം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമാസം പറയാം. അതായത് കളർ നേരത്തെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. 30-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും പല്ല് തേക്കാനൊക്കെ തുടങ്ങും. 32 തന്നെ ചെയ്യും. പിന്നെ ജെൻഡറിനെ അറിയാൻ 32-33 മാസങ്ങൾ. പിന്നെ കുട്ടി പറയുന്ന വാക്കുകൾ വെളിയിലുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണെങ്കിലാണ് കുട്ടിക്ക് മനസ്സിലായി എന്ന് നമ്മൾ മനസ്സിലാക്കും. 3 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിയുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോഴേ പറ്റും. പിന്നെ അതായത് ആദ്യം തൊട്ട് കുട്ടികൾ പറയുന്നത് വീട്ടിലുള്ളവർക്കെല്ലാം മനസ്സിലാവും. വീട്ടിലുള്ളവർക്ക് മനസ്സിലായ പോരാ, പുറത്തുള്ളവർ മനസ്സിലാവും. പുറത്തുള്ളവരാണ് ഭാര്യ ഭർത്താവിനെ അത്തം വെച്ച് ചില കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് ആളുകളുടെ മുമ്പിൽ വെച്ച് പറയാൻ നോക്കുമ്പോ അറിയാം. അതിപ്പോ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തില്ല, അല്ലയോ? അതുപോലെ കുട്ടികൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. പിന്നെ 3 വയസ്സാകുമ്പോ ചോദ്യം ചോദിച്ചോളൂ. 3 വയസ്സാകുമ്പോ ചോദ്യം ചോദിച്ചോളൂ. അതിന് മുമ്പേ ചോദിക്കും. അല്ല, ഇത്രയും ഇതൊക്കെ മാക്സിമം പറഞ്ഞിരിക്കുക. ഇതിനകം ഇതൊക്കെ സംഭവിച്ചിരിക്കണം. ഇതിനു മുമ്പ് ഇതെല്ലാം സംഭവിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പമുണ്ടെന്നാ ഇത്. വളരെ തന്നെയാണ് നമുക്ക് സാറിന്റെ ഓരോ വാക്കുകളും പ്രചോദനം തന്നെയാണ്. താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ സാറ് ക്ലാസ്സിൽ പോകണേ പൊക്കോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്യും. ഞാൻ പോവാ മറ്റേലോട്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ബാക്കി അടുത്ത ചൊവ്വാഴ്ച പറയാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ, അല്ലയോ? എല്ലാം മനസ്സിലായി സാർ. എന്തെങ്കിലും സംശയം മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ. വേറെ എന്തെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം സർ, കാരണം ഇതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം നാളെ സ്ത്രീധനത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. സ്ത്രീധനത്തിന് എതിരായിട്ടുള്ള നിയമങ്ങൾ, അനുകൂലമായ നിയമങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാസ് ആണ് നാളെ 7 മണിക്ക്. ഇപ്പം കാലിക പ്രസക്തിയുള്ള ഒരു പ്രത്യേക ക്ലാസ് എന്ന നിലയിൽ നമുക്ക് നാളെ അത് കേൾക്കാം. വേറെ ഒന്നും സംശയങ്ങളില്ല എന്ന് തോന്നുന്നു, അല്ലെ? വൈൻഡപ്പ് ചെയ്യാന്നോ? ബാബുചേട്ടൻ ചോദിക്കാനുണ്ടോ?
ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. ബീനമ്മ പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ താങ്ക്സ് പറഞ്ഞേ ഉള്ളൂ. എന്താ ഇക്കിഗായിയുടെ പോസ്റ്റർ ഇട്ടിരിക്കുന്നത് എന്താണ്? വെറുതെ വിഷൻ ബോർഡിൽ കടന്ന എന്റെ വിഷൻ ബോർഡിൽ. ഓക്കെ, നമ്മൾ ഇക്കിഗായിയുടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അതാണ് ചോദിച്ചത്. മാം അതെല്ലാം ചെയ്യുന്നതാണോ എന്ന് അറിയാൻ പറ്റി. അല്ലല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അങ്ങനെ അതെന്നെ ഇൻസ്പയർ ചെയ്ത ഒരു സാധനമാണെന്നേ ഉള്ളൂ. ശരി ശരി. ഇക്കിഗായിയുടെ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. എന്താ സാർ അങ്ങനെ പറഞ്ഞാലുണ്ടാവും? ഇക്കിഗായി എന്ന് പറയുന്നത് നമ്മൾ ജപ്പാനിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ പ്രായമായ ആളുകൾ, എന്ന് വെച്ചാൽ അവരുടെ പ്രായം, അവിടെയുള്ള ജനങ്ങളുടെ പ്രായമുള്ളവരുടെ പ്രായം 100 വയസ്സിന് മുകളിലാണ്. അപ്പൊ 100 വയസ്സിന് മേളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അതെ, 100 വയസ്സിന് പ്രായം കൂടുതലുള്ളവർ, അല്ലെങ്കിൽ 90 വയസ്സിന് മുകളിലേക്ക് 100 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുതലാകുന്നത് എങ്ങനെയാണെന്ന് അവിടെ ഒരു പഠനമുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ കൃത്യതയോടെ സന്തോഷത്തോടെ മനസ്സ് തുറന്ന് ചെയ്ത് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു മെത്തേഡാണ്. നമ്മളിവിടെ പാലിക്കപ്പെടുന്നില്ല. നമ്മളിവിടെ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊരു നല്ല മെത്തേഡാണ്, നല്ലൊരു രീതിയാണ്. അതിന്റെ പേരാണ് ഇക്കിഗായി. അപ്പൊ അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. അപ്പൊ ആ കൾച്ചർ അനുസരിച്ച് അവിടുത്തെ ആളുകൾക്ക് സന്തോഷം കൂടുതലുള്ളതുകൊണ്ട് ശാരീരികവും മാനസികവും ആത്മീയവുമായ കാര്യങ്ങളിൽ അവർ വളരെ ശ്രദ്ധയുള്ളവരാണ്. അതിനുവേണ്ടി അവിടുത്തെ സർക്കാരുകളും അല്ലെങ്കിൽ അവിടുത്തെ പൊതുമേഖലയും ഒക്കെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ സുഖകരമായൊരു അനുഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും. നല്ലതന്നെ, അത് കേൾക്കാലോ. നല്ല പഠനകരമായ നല്ലൊരു ക്ലാസ് ആണ്. ഗോകുമാർ സാർ, എന്നാൽ ഞങ്ങൾ നിർത്തിക്കോട്ടെ. വേറെ ഒന്നുമില്ലല്ലോ? കേൾക്കുന്നില്ല സാർ, സൗണ്ട് ഓഫ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.